ആർട്ട് ഓഫ് ഹാർമണി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ ഉത്തരവാദിത്വങ്ങൾ ആധ്യാത്മികതയുടെ ഭാഗമാണ്. കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ നല്ല അപ്പനായി, നല്ല മാതാവായി കുട്ടികളെ വളർത്തുക എന്നുള്ളത് കുടുംബജീവിതത്തിലെ ഏറ്റവും വലിയ ആധ്യാത്മികതയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. ദൈവത്തിൻ്റെ ദാനമായ മക്കളെ സ്വീകരിക്കുകയും കുടുംബത്തിൽ അവർക്ക് വിശ്വാസ പരിശീലനത്തിലും മറ്റ് വിദ്യാഭ്യാസ അവസരങ്ങൾ ഒരുക്കുകയും കുട്ടികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് ലക്ഷ്യമാക്കിയ ഈ കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തെയാണ് നമുക്ക് പരിചയപ്പെടാം. പേരെന്താണ്? എൻ്റെ പേര് മനോജ്. ഞാൻ ഡോക്ടർ മനോജ് എന്നറിയപ്പെടും. വീട്ടുപേര് ചക്കുപുരയ്ക്കൽ. ചങ്ങനാശ്ശേരിയാണ് ഒറിജിനല്. ഇപ്പം ഞാനിവിടെ ഹെർഷി പെൻസിൽവേനിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നു. ഡോക്ടർ മനോജ്. അതെ. നമ്മുടെ പേര്? എൻ്റെ പേര് ലവ്ലി. മനോജിന്റെ ഭാര്യ ലവ്ലിയുടെ വീട് എവിടെയാണ്? എടത്വയില ആണ് ഒറിജിനലി. പേരെന്താ? അത്തിക്കളം കുറുങ്കാട്ടുമൂല. ഡോക്ടർ മനോജ് ഇവിടെ വന്നിട്ട് എത്ര നാളായി? യുഎസിൽ വന്നിട്ട്? ഞാൻ ഇവിടെ വന്നിട്ട് 32 വർഷങ്ങളാകുന്നു. 32 വർഷമായിട്ട് ഡോക്ടറായിട്ട് അമേരിക്കയിൽ സേവനം ചെയ്യുന്നു. വന്നപ്പോൾ മുതൽ ഡോക്ടറായിട്ട് ഇവിടെ സേവനം ചെയ്യണം? ഞാൻ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു. 6 വർഷത്തോളം ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴ് 28 വർഷത്തോളമായി ഗാസ്ട്രോഎൻട്രോളജി പ്രാക്ടീസ് ചെയ്യുന്നു. ലവ്ലി എന്ത് ചെയ്യുന്നു? ഞാൻ ഹോം മേക്കറാണ്. പിള്ളേരെ ഹോം സ്കൂൾ ചെയ്തുകൊണ്ട് പ്രൊഫഷണലി ഒന്നും ജോലി അങ്ങനെ ചെയ്തിട്ടില്ല. ഡോക്ടർ മനോജ്, ലവ്ലി, നിങ്ങളുടെ വിവാഹ ജീവിതം എത്ര നാളായി? നിങ്ങൾ 33 വർഷം. 33 വർഷത്തെ വിവാഹ ജീവിതത്തിൽ സന്തോഷകരമായി ഈ ദമ്പതികളെ നമുക്ക് കൂടുതൽ അടുത്തറിയാൻ ദൈവം നിങ്ങൾക്ക് എത്ര മക്കളെ നൽകി? ഞങ്ങൾക്ക് 8 മക്കളുണ്ട്. 4 ആണും 4 പെണ്ണും. 4 ആണും 4 പെണ്ണുമുള്ള ഈ ദമ്പതികൾക്ക് അവരുടെ പ്രായമൊക്കെ എന്തായി? എന്ത് ചെയ്യുന്നു മക്കള്? ഞങ്ങളുടെ മൂത്ത മകൾക്ക് 31 വയസ്സ് കഴിഞ്ഞു. ഏറ്റവും ഇളയ ആൾക്ക് 15 വയസ്സ്. 15 വയസ്സും 31 വയസ്സും. ഇപ്പോൾ മൂത്ത കുട്ടി വിവാഹം കഴിച്ചു? ഞങ്ങളുടെ ആദ്യത്തെ 3 മക്കള് കല്യാണം കഴിച്ചു. 3 മക്കള് വിവാഹം കഴിച്ചു. അവർക്ക് ഞങ്ങളുടെ 2 പെൺമക്കൾക്ക് ഗ്രാൻഡ് മക്കളുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രാൻഡ് പേരൻസിനെയും കൂടെയാണ് ഇപ്പോൾ കാണുന്നത്. മനോജും ലവ്ലിയും ദമ്പതികൾ അവരുടെ 33 വർഷത്തെ വിവാഹ ജീവിതത്തിൽ അവർ ഇപ്പോൾ ഗ്രാൻഡ് പേരൻസ് ആണ്. 3 മക്കൾ വിവാഹം ചെയ്തു. ഏറ്റവും ഇളയ കുട്ടിക്ക് എന്ത് പ്രായമുണ്ട്? 15 വയസ്സ്. ഈ 15 വയസ്സ്. ഈ മക്കളെ അവരുടെ വിദ്യാഭ്യാസവും അവരുടെ ആധ്യാത്മിക ജീവിതവും ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് മനോജിന്റെ പ്രൊഫഷണൽ സമയത്ത് എങ്ങനെ ഇതൊക്കെ ക്രമീകരിക്കാൻ ഉള്ള കൃപ ലഭിച്ചത്? ഞങ്ങൾ ഹോം സ്കൂളിംഗ് ആണ് ചെയ്തത്. ലവ്ലിയാണ് പ്രധാന അധ്യാപകയായിട്ട് വീട്ടിൽ പിള്ളേരെ പഠിപ്പിച്ചത്. ലവ്ലി ഹോം മേക്കറായി മനോജിനെ സപ്പോർട്ട് ചെയ്ത് കുടുംബത്തിൽ മക്കളുടെ ഫോർമേഷന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി അല്ലേ? കുട്ടികളുടെ പ്രാർത്ഥനകളൊക്കെ എങ്ങനെയായിരുന്നു? അവർക്ക് ആധ്യാത്മികമായ കാര്യങ്ങൾ എങ്ങനെ ലഭിച്ചു? ആധ്യാത്മിക കാര്യങ്ങളിൽ രാവിലെ കഴിവതും കുർബാനയ്ക്ക് മാസിന് പോകാനായിട്ട് ട്രൈ ചെയ്യും. വൈകുന്നേരം കുടുംബ പ്രാർത്ഥന മിക്കവാറും എല്ലാ ദിവസവും തന്നെ അല്ലേ? എല്ലാ ദിവസവും തന്നെ കുടുംബ പ്രാർത്ഥന നടത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം നമുക്ക് മാതൃകയാക്കാം. അങ്ങനെ അപ്പനും അമ്മയും ഈ 8 മക്കൾ ഒരുമിച്ചിരുന്ന് അപ്പോൾ കുട്ടികൾ പ്രാർത്ഥനയൊക്കെ ചെല്ലുമായിരുന്നു? തീർച്ചയായിട്ടും കുട്ടികൾക്ക് പ്രാർത്ഥന ചെല്ലും. ഞങ്ങൾക്ക് ബൈബിൾ റിഫ്ലക്ഷൻ ഉണ്ടാവും. അതിലൊക്കെ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഒരു നല്ല ആധ്യാത്മിക അന്തരീക്ഷത്തിലാണ് കുട്ടികൾ പരസ്പരം ഷെയർ ചെയ്യാനും ബഹുമാനിക്കാനും ക്ഷമിക്കാനും സഹായിക്കാനും ഒക്കെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് മനോജും ലവ്ലിയും അവരുടെ ഹോം സ്കൂളിങ്ങിനോടൊപ്പം ആധ്യാത്മിക കാര്യങ്ങളിലും വീട്ടിൽ വളർത്തിയത്. മനോജ്, ഈ കുട്ടികളുടെ സാമൂഹ്യ ജീവിതം, സോഷ്യലൈസേഷൻ എങ്ങനെയായിരുന്നു? അവർ ഹോം സ്കൂളിലായപ്പോഴും മറ്റ് ഫ്രണ്ട്സിനെ അവർക്ക് എങ്ങനെയാണ് ലഭിക്കുക? ഞങ്ങളുടെ ഹോം സ്കൂളിങ്ങിൽ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവർ കുഞ്ഞായിരുന്നപ്പം അപ്പോൾ ആ ഗ്രൂപ്പ് കൂടുമായിരുന്നു. മനോജ് പറഞ്ഞല്ലോ ജീസസ് യൂത്തിൽ മനോജ് പ്രവർത്തിച്ചിരുന്ന ആളാണെന്ന്. എങ്ങനെയാണ് ജീസസ് യൂത്തിന്റെ ഫ്രട്ടേണിറ്റി, ഫാമിലി ഗ്രൂപ്പും ഒക്കെ നിങ്ങളെ ഇതിൽ സഹായിച്ചത് ഈ കുട്ടികളുടെ വളർച്ചയ്ക്ക്? ജീസസ് യൂത്തിൻ്റെ ഒത്തിരിയേറെ ഗ്യാതറിങ്സ് അമേരിക്കയിൽ നടക്കാറുണ്ട്. അപ്പോൾ അവിടെ എല്ലായിടത്തും തന്നെ ഞങ്ങൾ പിള്ളേരെ എല്ലാവരുമായിട്ടാണ് പോകുക. അവിടെ വെച്ച് പിള്ളേർക്ക് ഒത്തിരിയേറെ സോഷ്യൽ
ഇൻറ്ററാക്ഷനാണ്. ഞങ്ങളുടെ പിള്ളേരോട് 1 മിനിറ്റ് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും യാതൊരു സോഷ്യൽ ഹാൻഡിക്യാപ്പും അവർക്കില്ല. ഇച്ചിരി കൂടുതൽ വർത്തമാനം പറയുന്ന കൂട്ടത്തില്ല എല്ലാവരും. കുട്ടികളുടെ എണ്ണം 8 മക്കളാകുമ്പോഴും നിങ്ങൾക്ക് അതൊരു കൂടുതൽ സന്തോഷം നൽകുന്നു എന്നാണ് നിങ്ങളുടെ മുഖവും നിങ്ങളുടെ ബോഡി ലാംഗ്വേജും ഒക്കെ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് ഈ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഒരു സന്ദേശം പറയാം? കുട്ടികൾ ഒരു ദൈവത്തിന്റെ അനുഗ്രഹമാണെന്നുള്ള ഒരു സന്ദേശം. ഓരോ മക്കളും ഓരോ കാര്യങ്ങളും നമുക്ക് ചേർത്ത് തരുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പിള്ളേരെ ഉണ്ടാകുന്നതിനെ കുറിച്ച് ഓർക്കും, പിള്ളേർ എന്ത് കൊണ്ടുവരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. ഈ മക്കൾ ഓരോരുത്തരും ഞങ്ങൾക്ക് നിരന്തരമായ സന്തോഷത്തിന് കാരണമാകുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രയാസങ്ങളും സങ്കടങ്ങളും അവരിലൂടെ ഉണ്ടാകാറുണ്ട്, ഏത് കുടുംബത്തിലെയും പോലെ. പക്ഷേ ദൈവത്തിന്റെ അനുഗ്രഹം അവരിൽ ഓരോരുത്തരിലൂടെയും കാണാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. സംതൃപ്തരായ 8 മക്കളുടെ പിതാവും മാതാവുമായ ഡോക്ടർ മനോജിനെ ലവ്ലിയെ നമുക്ക് പരിചയപ്പെട്ടത് നമുക്ക് ഒത്തിരി സന്തോഷം നൽകുന്നു. ഈ ചാനൽ കാണുന്ന പ്രേക്ഷകർക്ക് ഇതൊരു പ്രചോദനമാകട്ടെ. നമ്മുടെ കുടുംബജീവിതത്തിൽ ദൈവം തരുന്ന മക്കളെ സ്വീകരിക്കുവാനും അവരെ ഉത്തരവാദിത്വ ബോധത്തോടെ ആധ്യാത്മികതയിൽ വളർത്തുവാനും ഈ കാണുന്ന പ്രേക്ഷകർക്ക് സഹായിക്കുവാൻ ഇവരുടെ ഈ ഷെയറിങ് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഡോക്ടർ മനോജിനും ലവ്ലിക്കും പ്രത്യേകം നന്ദി പറയുകയാണ്.